ഹായ് ഗായ്സ്, അപ്പൊ നമ്മള് ഇന്ന് വന്നിരിക്കുന്നത് BPT എക്സാം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പാസ്സാവാൻ നമുക്ക് എത്ര മാർക്ക് വേണം ഒരു സബ്ജക്റ്റ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ എടുക്കാൻ പോകുന്നത്. സോ ഒത്തിരി പേർക്ക് ഡൗട്ടാണ് നമുക്ക് എത്ര മാർക്സ് ബേസിക്കലി വേണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇയറിന്റെ മാർക്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ BPTയിൽ നമുക്ക് പൊതുവെ ഫസ്റ്റ് ഇയറിൽ മെയിൻ സബ്ജക്ട്സ് 5 സബ്ജക്ട്സ് ആണ് നമുക്കുള്ളത്. അനാട്ടമി, physiology, biochemistry, biomechanics, psychology and sociology. ഇതാണ് 5 സബ്ജക്ട്സ് അല്ലേ? അപ്പം ഈ സബ്ജക്ട്സിൽ നമുക്ക് എത്ര മാർക്സ് വേണം ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഫൈനൽ എക്സാം യൂണിവേഴ്സിറ്റി എക്സാമിന് കൊടുക്കാം. യൂണിവേഴ്സിറ്റി എക്സാം ഓക്കെ. അനാട്ടമി 100ലാണ് തിയറി പേപ്പർ, ഫിസിയോളജി 100, ബയോകെമിസ്ട്രി 80, ബയോമെക്കാനിക്സ് 100, സോഷ്യോളജി സൈക്കോളജി 40 + 40 80. അതായത് സൈക്കോളജി ഫസ്റ്റ് നമ്മൾ എഴുതും, 40 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഒരു ബുക്ക്ലെറ്റിൽ എഴുതും. സോഷ്യോളജി പിന്നെ 40 മാർക്കിന്റെ 1.5 മണിക്കൂറാണ് സൈക്കോളജിയുടെ എക്സാം. അത് കഴിയുമ്പോൾ തന്നെ അടുത്ത 1.5 മണിക്കൂർ ആകുമ്പോഴത്തേനും സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തരും. 40 അങ്ങനെ 80. ഇനി ഇതിന്റെ കൂടെ 20 മാർക്ക് ഇന്റേണൽ CE എന്ന് പറയും, കണ്ടിന്യൂസ് വാല്യുവേഷൻ. ഈ ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്റേണൽ എക്സാം കോളേജിൽ നടത്തൂലോ. 3 എക്സാം നടത്തുന്നത് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 എടുത്തിട്ട് അതിന്റെ ആവറേജ് നോക്കിയിട്ടാണ് പൊതുവെ കോളേജസിലൊക്കെ തരുന്നത്. അതിന് ഫിസിയോളജിക്കും 20 മാർക്ക് വരുന്നുണ്ട്, ബയോകെമിസ്ട്രി 20, ബയോമെക്കാനിക്സ് 20, സൈക്കോളജി സോഷ്യോളജി 10 + 10 20. അപ്പം നമുക്ക് ബയോകെമിസ്ട്രി ഫസ്റ്റ് തന്നെ പറഞ്ഞു തീർക്കാം. അപ്പം 80, 20, 100 ആയില്ലേ? ഓക്കെ. അപ്പൊ 100ൽ നിങ്ങൾക്ക് 50 മാർക്ക് വേണം ബയോകെമിസ്ട്രി പാസ്സാവാൻ. അപ്പൊ നിങ്ങൾ ഓർക്കും നിങ്ങൾക്ക് ഇന്റേണൽ 20 കിട്ടി, അപ്പൊ നിങ്ങൾക്ക് 80ൽ എത്ര മാർക്ക് എഴുതി വാങ്ങണം? 30 + 20 = 50. 50 മാർക്ക് മതി. മനസ്സിലായോ? അതാണ് ബയോകെമിസ്ട്രിയുടെ കേസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ബയോകെമിസ്ട്രി 16 ഉള്ളൂ, അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് 80ൽ എഴുതി എടുക്കണം? 34. 34 + 16 50. 50 മാർക്സ് എങ്ങനെയാണെങ്കിലും കിട്ടിയാൽ മതി. ഇനി ഇന്റേണൽ ചില കോളേജസ് തീരെ കുറവാണ് കൊടുക്കുന്നത്. അപ്പോ ചില കോളേജസിൽ ഇപ്പൊ ഇന്റേണൽസ് 10 ആണ് കൊടുക്കുന്നത് 20ലെങ്കിൽ നിങ്ങൾ 40 മാർക്ക് എഴുതി വാങ്ങണം. സോ ബയോകെമിസ്ട്രിയുടെ കേസിൽ നിങ്ങൾ എപ്പോഴും ഒരു 40 എബവ് എഴുതി വാങ്ങാൻ ശ്രദ്ധിക്കുക. 40 എബവ് ഈ 80, 40ന്റെ മണ്ടയിൽ കിട്ടുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ബയോകെമിസ്ട്രി പാസ് ആവാനുള്ള സാധ്യത ഉള്ളൂ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ബയോകെമിസ്ട്രിയുടെ കാര്യം. അപ്പം ഇതേപോലെ തന്നെയാണ് സൈക്കോളജി സോഷ്യോളജിയിലേക്ക് നമുക്ക് അടുത്തത് വരാം. ബയോകെമിസ്ട്രി ആണ് വൺ ഓഫ് ദ ടഫസ്റ്റ്, ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ഉള്ള സബ്ജക്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ. സോ സൈക്കോ ആൻഡ് സോഷ്യോ എന്ന് ഞാൻ ഷോർട്ടിൽ എഴുതാം കേട്ടോ. സൈക്കോ + സോഷ്യോ. അപ്പൊ നിങ്ങൾക്ക് സൈക്കോളജി 40ലല്ലേ മാർക്സ്? 40ൽ ഒരു 21 കിട്ടി. നിങ്ങൾക്ക് സോഷ്യോളജി 40ൽ 17 കിട്ടി. നിങ്ങൾ ഫെയിൽ ആകുമോ ഇല്ലയോ എന്നാണ്. ഇല്ല, ബിക്കോസ് ഇത് രണ്ടും കൂടെ കൂട്ടി 80, ഇതിൽ എത്ര? 21ഉം 17. ഓക്കെ, അപ്പൊ 80 ആയി. പിന്നെ ഇതിനൊരു 9 ഇന്റേണൽ, ഇതിനും 9 ഇന്റേണൽ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ എത്രയായി? 50ൽ 26 ആയില്ലേ? 40 ഇവിടെ 10, അപ്പൊ 26. 50ൽ 26 ആയി. ആൻഡ് ഫോർ ദിസ് 30, 50ൽ 30, അപ്പൊ 30, 26 എത്രയായി? 56. 100ൽ 56 മാർക്സ് സൈക്കോളജി കിട്ടി, പാസ്സായി. ഇനി നിങ്ങൾക്ക് സൈക്കോളജി 40, സോഷ്യോളജി 40, 10 ആണ്. അങ്ങനെ ഒരിക്കലും വരത്തില്ല. വന്നാലും നിങ്ങൾ ഈ സബ്ജക്ട് പാസ് ആവും. ബിക്കോസ് രണ്ടും കൂടെ കൂട്ടി 100ൽ 50 മതി. മനസ്സിലായോ? 100 മീൻസ് ഇൻക്ലൂഡിങ് ദീസ് ഇന്റേണൽ മാർക്സ്. അപ്പൊ എന്തായാലും സൈക്കോളജി സോഷ്യോളജി നിങ്ങൾ 40ൽ ഒരു 20 എബവ് എഴുതി വാങ്ങാൻ ശ്രദ്ധിക്കുക. 40ൽ 20 എബവ്. നെക്സ്റ്റ് കമ്മിങ് ടു, നമുക്ക് കളർ ഒന്ന് മാറ്റി പിടിച്ചാലോ? നമുക്ക് റെഡ് എടുക്കാം. ഓക്കെ, അപ്പം അനാട്ടമി 100ലാണ് പേപ്പർ. ഓക്കെ, 100. Then 20 internal.
ദെൻ വൈവ എക്സാം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് 30, 150 ടോട്ടൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 100ൽ ഒരു 35 എഴുതി വാങ്ങി, ഇന്റേണൽ ഒരു 19 കിട്ടിയെന്ന് വിചാരിക്കുക, വൈവ ഒരു 27 കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോ 14, 21, 2, 81, 150ൽ 81. നിങ്ങൾ അനാട്ടമി പാസ്സായി. അനാട്ടമി 150ൽ 75 മാർക്സ് മതി പാസ്സാവാൻ. ഇങ്ങനെയാണ് അനാട്ടമി പാസ്സാവുന്നത്. അനാട്ടമി, ഫിസിയോളജി ആൻഡ് ബയോ മെക്കാനിക്സ് ഓൾസോ ഇങ്ങനെയാണ് പാസ്സാവേണ്ടത്. അതായത് 150ൽ 75 മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾക്ക് ഇന്റേണൽ 20ൽ 20 ഉണ്ട്, വൈവ 30ൽ 30 ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ എത്ര? 50 ആയില്ലേ? ഇനി അയാൾക്ക് ബേസിക്കലി എത്ര എഴുതി വാങ്ങണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 100ൽ 25 മാർക്സ് മതി. അപ്പൊ എത്രയായി? 75 ആയോ? 150ൽ പാസ്. 100ൽ 25 മാർക്ക് കൊണ്ട് നിങ്ങൾ അനാട്ടമിക്ക് പാസ്സാവും. പക്ഷെ ആരെങ്കിലും ഇത് പറഞ്ഞു തരുമോ? ഇല്ലല്ലോ. പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് വൈവയ്ക്ക് 30 ഇതിന് 20 കിട്ടത്തില്ല. അതാണ് കോമഡി. സോ എപ്പോഴും നിങ്ങളൊരു അനാട്ടമി ഒരു 40ന്റെ മണ്ടയിൽ എഴുതി വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ പ്രാക്ടിക്കൽ എക്സാമിലേക്ക് വരുന്ന സംഭവമാണ്. കമ്മിങ് ടു ദ പ്രാക്ടിക്കൽസ്, 40 മാർക്കാണ് പ്രാക്ടിക്കൽ. അതിന് 10 പ്രാക്ടിക്കൽ ഇന്റേണൽ. 40 ഒരു 27 ഒക്കെ കിട്ടും, അല്ലെങ്കിൽ ഒരു 35 ഒക്കെ കിട്ടുമായിരിക്കും ചിലവർക്ക്. 10ൽ ഒരു 9, 8, 7 ഒക്കെ കിട്ടാം. അപ്പൊ ഇത് 50ൽ 25ന്റെ മണ്ട കിട്ടാൻ മതി. പ്രാക്ടിക്കൽ ഓൾറെഡി 27 ഉള്ളതുകൊണ്ട് നിങ്ങൾ പാസ് ആവും. ഇത് പ്രാക്ടിക്കൽ ഇന്റേണൽ എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അപ്പൊ 50ൽ 36 പാസ്. അപ്പൊ മെയിൻലി അനാട്ടമി 150ൽ തിയറിക്ക് 75ഉം പ്രാക്ടിക്കലിന് 50ൽ 25ഉം ടോട്ടൽ 200ലാണ് സ്കോർ വരുന്നത്. ഗ്രാൻഡ് ടോട്ടൽ GT നേടാം. അപ്പൊ 200ലാണ്. അപ്പം ഇത് സെപ്പറേറ്റ് ചെയ്യിക്കണം, പ്രാക്ടിക്കൽ സെപ്പറേറ്റ് ചെയ്യണം. ഇനി നിങ്ങൾ തിയറി തോറ്റു പ്രാക്ടിക്കൽ ജയിച്ചു, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ തോറ്റു തിയറി ജയിച്ചെങ്കിൽ വീണ്ടും സപ്ലിമെന്ററി എക്സാമിന് പ്രാക്ടിക്കലും തിയറിയും എഴുതണം. അതാണ് അനാട്ടമി, ഫിസിയോളജി ആൻഡ് ബയോമെക്കാനിക്സിന്റെ പ്രത്യേകത. ബട്ട് മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി സ്കൂളുകളിലെ പോലെ ഒന്നുമല്ല. വെറുതെ ആർക്കും മാർക്കിട്ട് തരത്തില്ല. നോ വൺ വിൽ ഗീവ് സിംപ്ലി മാർക്സ്. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. അനാട്ടമിക്ക് നിങ്ങൾ പാസ്സായി, ഫിസിയോളജി പാസ്സായി, ബയോകെം, ബയോമെക്, സോഷ്യോ, സൈക്കോ. ഓക്കെ, അപ്പൊ അനാട്ടമി പാസ്, ഫിസിയോളജി പാസ്, ബയോകെമിസ്ട്രി നിങ്ങൾ 3 മാർക്കിന് ഫെയില്, ബയോമെക് പാസ്, സോഷ്യോ സൈക്കോ പാസ്. ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നമ്മുടെ RGUHS, കാരണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പാസ്സാവാൻ പാടുള്ള യൂണിവേഴ്സിറ്റിയാണ് RGUHS. ബിക്കോസ് ബാക്കി യൂണിവേഴ്സിറ്റിയിലൊന്നും പകുതി ആൾക്കാർക്കും ഈ ബയോകെം മെയിൻ സബ്ജക്റ്റ് അല്ല. സോ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആണ്. ഇയർ ബാക്ക് സിസ്റ്റം ഉള്ള ഏക യൂണിവേഴ്സിറ്റി നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ്. അത് നമ്മളവരെ ചതിച്ചതാണ്. സോ അതുകൊണ്ട് തന്നെ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിക്കാരെ ഇപ്പം നിങ്ങൾ ബാക്കി 4 സബ്ജക്ട് ചോദിച്ചു, ഒരു സബ്ജക്ട് മാത്രം 5 അതിൽ കുറവോ 5 or below 5 ആണെങ്കിൽ ദേ വിൽ ഗിവ് യു ഗ്രേസ് മാർക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വെറുതെ നിങ്ങൾക്ക് 5 മാർക്ക് ഇട്ട് തരും ബാക്കി എല്ലാ സബ്ജക്റ്റും ജയിച്ചുകൊണ്ട്. അങ്ങനെ നിങ്ങൾ ഈ സബ്ജക്ട് പാസ്സാക്കും. ഇത് ഓപ്ഷണൽ ആണ്. ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ എനിക്ക് എന്റെ റെഡിയായില്ല, നിന്റെ റെഡിയായി എന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പം ഇതാണ് അതിന്റെ ഒരു സംഭവം. ബയോകെമിസ്ട്രി. ഇനി നിങ്ങൾ ബയോകെമിസ്ട്രി 3 മാർക്കിനും ബയോമെക് 2 മാർക്കിനാ ഫെയിൽ ആയെങ്കിലും നിങ്ങൾ പാസ്സാവും, ബാക്കിയെല്ലാം ജയിച്ചെങ്കിൽ. ബിക്കോസ് ടോട്ടൽ അവർ 5 വരെയാണ് കൊടുക്കാറുള്ളത് ഗ്രേസ് മാർക്സ്. ബട്ട് 7 മാർക്സ് വരെ കൊടുത്ത ചരിത്രമുണ്ട് ഞങ്ങളുടെ ബാച്ചിലൊക്കെ. അപ്പം ഇതിന് 3 മാർക്ക് കിട്ടിയാൽ ഇതിന് 2 മാർക്ക് കിട്ടുമെന്ന് ഈ 2 സബ്ജക്റ്റും ചെയ്യും. ഇനി നിങ്ങൾ എല്ലാ സബ്ജക്റ്റും ഓരോ മാർക്കിന് ഫെയിൽ ആയി, അപ്പൊ യൂണിവേഴ്സിറ്റി മാർക്ക് തരുമോ? ഇല്ല, ഒരിക്കലും തരത്തില്ല. നിങ്ങൾ ഡയറക്റ്റ് ബാക്ക് ആവും. സോ അതാണ് പ്രത്യേകത. 2 സബ്ജക്റ്റ് 3 സബ്ജക്റ്റ് എങ്കിലും നമ്മൾ എഴുതി ജയിക്കണം. അതേപോലെ 2 സബ്ജക്റ്റ് എങ്കിലും ബോർഡർ ലൈൻ 5 മാർക്ക് ടോട്ടൽ. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഫെയിൽ ആയെങ്കിൽ they might give you. ബട്ട് അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ അല്ലാണ്ടാണ് ചിന്തിക്കുന്നത്. എപ്പോഴും നമ്മൾ ഒരു സെക്കൻഡ് ക്ലാസ് എങ്കിലും, സെക്കൻഡ് ക്ലാസ് ആണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, അതേപോലെ തന്നെ ഡിസ്റ്റിങ്ഷൻ ആണ്. എനിക്കൊന്ന് ഫസ്റ്റ് ഇയറിൽ 300, 600, 800ലാണ് ഗ്രാൻഡ് ടോട്ടൽ എഴുതുന്നത്, 800ല്. അപ്പൊ 600ആണ് ഡിസ്റ്റിങ്ഷൻ.
ഫസ്റ്റ് ക്ലാസ് ഐ തിങ്ക് 90 എത്രയോ എന്തോ സംതിങ് ആണ്, കറക്റ്റ് ഓർമ്മയില്ല, 490 അങ്ങനെ എന്തോ ആണ്. സെക്കൻഡ് ക്ലാസ്സും അതിൻ്റെ താഴോട്ടാണ്, ബിലോ. അപ്പം ഇത് ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുമ്പോൾ 75% ആൻഡ് എബോ. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ 75%-ന്റെ താഴെ, പിന്നെ ഇത് അതിലും താഴെ 60 എന്തോ ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഞാൻ പെർസെൻറ്റേജ് എനിക്കറിയില്ല, 800-ലായോണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ 600 മാർക്ക് ഫസ്റ്റ് ഇയർ കിട്ടിയാൽ നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടും. അതിൻ്റെ താഴോട്ടാണ് ഫസ്റ്റ് ക്ലാസ് ഒക്കെയാണ്. അപ്പം തേർഡ് ഇയറിലാണെങ്കിൽ എനിക്ക് 5 മാർക്സിനാണ് ഡിസ്റ്റിങ്ഷൻ പോയത് തേർഡ് ഇയറിൽ. പിന്നെ സെക്കൻഡ് ഇയറിൽ 14 മാർക്കിന് എന്തോ, ഫസ്റ്റ് ഇയറിൽ പിന്നെ 40 എന്തോ ആണെന്ന് തോന്നുന്നു, 40 അല്ല 30 എത്രയോ മാർക്സിനാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ഫൈനൽ ഇയറിലും എത്രയാ 14-13 മാർക്സിനാണ്. സോ അതാണ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഡിസ്റ്റിങ്ഷനൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇതാണ് മെയിൻലി ഒരു എക്സാം പാറ്റേൺ വരുന്നത്. സോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായില്ല എത്ര മാർക്ക് വിജയിക്കാൻ വേണം എന്നൊക്കെ. അപ്പോൾ ടെൻഷനൊക്കെ പോയില്ല. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പാസ് മാർക്ക് സിസ്റ്റം. അപ്പോൾ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ നമ്മൾക്ക് ഒരു സബ്ജക്റ്റ് ഫെയിൽ ആവാൻ പാടുള്ളൂ. തേർഡ് ഇയറിൽ വരുമ്പോൾ 2 സബ്ജക്റ്റ് വരെ ക്യാരി ചെയ്യാം. ഫോർത്ത് ഇയറിൽ എല്ലാ ആദ്യത്തെ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ബാക്ക് ആവും. ഇനി നിങ്ങൾക്ക് ബാക്ക് സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു തരാം. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഈ 5 സബ്ജക്റ്റ് 3 ഫെയിൽ ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് 6 മന്ത് ബാക്ക് ആണ്. 6 മന്ത് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അനാട്ടമി, ഫിസിയോ ആൻഡ് ബയോകെം, ഈ 3 സബ്ജക്റ്റിനാണ് പുതിയ ആൾക്കാർ ഫെയിൽ ആവുന്നത്. ബാക്കി നമ്മുടെ സോഷ്യോളജി, സൈക്കോളജി അതിന്റെ PG ഒക്കെ കഴിഞ്ഞവരായിരിക്കും വാല്യുവേറ്റ് ചെയ്യുന്നത്. ബട്ട് ബയോമെക്ക് നമ്മുടെ MPT-കാരായിരിക്കും. ബട്ട് അനാട്ടമി, ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി പൊതുവെ മെഡിക്കൽ ലെക്ചേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പം ഡയറക്റ്റ് 6 മന്ത് ബാക്ക് ആയിരിക്കും. അപ്പൊ ഈ 3 സബ്ജക്റ്റ് നിങ്ങൾ സപ്ലി എക്സാമിന് എഴുതിയെടുത്താലും 6 മന്ത് ബാക്ക് അവിടെ ഉണ്ടാവും. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ആ 3 എണ്ണത്തിൽ 2 എണ്ണം പാസ്സായാലും 6 മന്ത് ബാക്ക് തന്നെയാണ്. പിന്നെ ഒരെണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കൂടെ മെയിൻ ബാച്ചിലുള്ള എക്സാം ഇപ്പൊ നവംബർ ആണ് ഇപ്പൊ എക്സാം നടക്കുന്നത്. പിന്നെ സപ്ലിമെന്ററി ജൂണിൽ. നവംബറിൽ 3 എണ്ണം പോയ ഒരാള് ജൂണിൽ സപ്ലിമെന്ററി 2 എണ്ണം എഴുതിയെടുത്താലും അവർക്ക് അടുത്ത നവംബറിലെ സെക്കൻഡ് ഇയർ എഴുതാൻ പറ്റില്ല. മനസ്സിലായോ? പറ്റത്തില്ല. ഇനി ആ മിച്ചമുള്ള ഒരെണ്ണം ഈ നവംബറിൽ എഴുതിയെടുത്താൽ അടുത്ത ജൂണിൽ സെക്കൻഡ് ഇയർ എഴുതാം. മനസ്സിലായോ? ഇതാണ് അതിന്റെ സ്കീം. അതായത് നവംബറിൽ 3 എണ്ണം മെയിൻ ഫെയിലായി, ജൂണിൽ അതിൽ 2 എണ്ണം എഴുതിയെടുത്തു, അല്ലെ 3 എണ്ണം എഴുതിയെടുത്താലും നിങ്ങളുടെ 6 മന്ത് പോകത്തില്ല. അത് അവിടെ തന്നെ കിടക്കും ജീവിതകാലം മുഴുവൻ, ഒരു കടം പോലെ. പിന്നെ ആ 2 എണ്ണം എഴുതിയെടുത്തുള്ളെങ്കിൽ പിന്നെ 3 എണ്ണം അല്ല, അതിൽ 2 എണ്ണം എഴുതിയെടുക്കണം. അപ്പം മിച്ചം ഒരെണ്ണം ഉണ്ട്. അത് അടുത്ത നവംബറിൽ നമ്മുടെ ബാച്ച്മേറ്റ്സ് മെയിൻ ബാച്ചിലുള്ളവര് നവംബറിൽ സെക്കൻഡ് ഇയർ എഴുതുമ്പോൾ ഈ ഒരെണ്ണം നമ്മൾ എഴുതിയെടുത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ജൂണിലായിരിക്കണം പിന്നെ നമ്മുടെ സെക്കൻഡ് ഇയർ എക്സാം. അത് കഴിഞ്ഞിട്ട് അടുത്ത് കഴിഞ്ഞിട്ട് വരുന്ന ജൂണിലായിരിക്കും നമ്മുടെ തേർഡ് ഇയർ എക്സാം. അത് കഴിഞ്ഞിട്ടുള്ള ജൂണിലായിരിക്കും നമ്മുടെ ഫോർത്ത് ഇയർ എക്സാം. ഓൾറെഡി 6 മന്ത് ആക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ 3 സബ്ജക്ട് ഫെയിൽ ആയി, ആ 3 എണ്ണത്തിൽ 2 എണ്ണം പിന്നെ നിങ്ങൾ ഫെയിൽ ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ 1 ഇയർ ബാക്ക് ആയി. പിന്നെ നിങ്ങൾക്ക് ജൂണിൽ എക്സാം എഴുതാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങളുടെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്, സെക്കൻഡ് ഇയർ എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ ജൂനിയേഴ്സിന്റെ കൂടെ ആയിരിക്കും. ബിക്കോസ് അതാണ് 1 ഇയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഗ്യാപ്പ് സിസ്റ്റം ഇങ്ങനെ കൂടി പോയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ബാക്ക് ഒന്നും അടിക്കാണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമ്മുടെ വീട്ടുകാരെയൊക്കെ ഓർത്തങ്ങ് പഠിക്കാം. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റൂന്നേ. ബിക്കോസ് ഞാനും കുറെ കഷ്ടപ്പെട്ടൊക്കെ ആണ്, പേടിച്ചൊക്കെയാണ് പഠിച്ചത്. എനിക്കൊന്നും പറഞ്ഞു തരാൻ പോലും അറിയില്ലായിരുന്നു. പാസ് മാർക്ക് എത്രയാതുപോലും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങ് പഠിച്ചു. ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞിരുന്നാലായിരിക്കും ചിലപ്പോൾ നമുക്ക് പേടി വരുന്നത്. സോ അതൊന്നും അറിയാത്തതുകൊണ്ട് അങ്ങ് പഠിച്ചു പോയി. അതേപോലെ നിങ്ങൾ പഠിക്കുക. പിന്നെ എന്താ പറയുന്നത്, ഫസ്റ്റ് എക്സാമിനർ ഇപ്പൊ നിങ്ങൾക്ക് 100-ൽ 60 ഇട്ടു, സെക്കൻഡ് എക്സാമിനർ 51 ഇട്ടു. അപ്പൊ നിങ്ങളുടെ ടോട്ടൽ വരുന്നത് ഒരു 55 or 56 ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 54 നിങ്ങളുടെ മാർക്ക് വരുന്നത്. അപ്പൊ 2 എണ്ണം 2 വാല്യുവേറ്ററിന്റെ കൂടെ ആവറേജ് എടുത്തിട്ടായിരിക്കും അവരിടുന്നത്. ഇനി ഇത് തമ്മിൽ ഫസ്റ്റ് വാല്യുവേറ്റർ 60 ഇട്ടു, സെക്കൻഡ് വാല്യുവേറ്റർ 45 ഇട്ടു. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 15 മാർക്കാണ്. 12 അതിൽ കൂടുതലോ 12 or above ആണ് സ്കോർ എങ്കിൽ ഫസ്റ്റും സെക്കൻഡും ഇവാലുവേറ്റർ തമ്മിലെങ്കിൽ തേർഡ് HOD അല്ലെങ്കിൽ മെയിൻ ആളുടെ എഴുത്തേക്ക് പേപ്പറും അവരിപ്പോ നിങ്ങൾക്ക് 100, 45, 60 അവര് 50 ഇട്ടാല് 50 അവര് കൂട്ടത്തുള്ളൂ. ഇതിന്റെ ഒന്നും ആവറേജ് എടുക്കത്തില്ല. 50 ആയിരിക്കും നിങ്ങളുടെ മെയിൻ മാർക്സ്.
സോ 12 മാർക്ക് കൂടാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ മെയിൻ ആയിട്ട് സപ്ലി സംഭവിച്ച പിള്ളേരൊക്കെ ഫോട്ടോ കോപ്പി എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത് ഫസ്റ്റ് വാല്യുവേറ്റർ മാർക്ക് കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് വാല്യുവേറ്റർ 12 കുറവാണ് ഡിഫറൻസ് വന്നത്. അപ്പോൾ തേർഡ് വാല്യുവേറ്ററിലേക്ക് പോയപ്പോൾ അവർ ഒട്ടും മാർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് പകുതി പേരും എക്സാം ഫെയിലായിട്ടുള്ളത്. അതാണ് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ പ്രത്യേകത. ഈ ഇയർ ബാക്ക് എന്ന് പറയുന്ന ഈ പണ്ടാരമുള്ളത് കൊണ്ട് പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പ്രാക്ടിക്കലിന് പൊതുവേ മിക്ക കോളേജസിൽ അവർ പാസ്സാക്കും, അങ്ങനെ ഫെയിൽ ആക്കിയിട്ടൊന്നും കണ്ടിട്ടില്ല. നമ്മുടെ കോളേജിലൊന്നും ഇതുവരെ ആരും പ്രാക്ടിക്കലൊന്നും ഫെയിൽ ആയിട്ടില്ല. ബിക്കോസ് ഓൾറെഡി നമുക്ക് പ്രാക്ടിക്കലാണ് വേണ്ടത്. സോ പ്രാക്ടിക്കലൊക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടും. ഐ ആം അഷ്വേർഡ്. ഓക്കെ, ഞാൻ അഷ്വേർഡ് ആണ് നിങ്ങൾ പാസ്സാവും. ബട്ട് കമ്മിങ് ടു ബയോകെമിസ്ട്രി മാത്രം ബുക്ക് മൊത്തം പഠിക്കണം. ബിക്കോസ് അത് എവിടെ നിന്നാണ് ചോദിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇപ്പം ഫിസിയോളജിയുടെ പേപ്പറും കുറച്ച് ടഫായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബാച്ച് തൊട്ട്, നമ്മുടെ സപ്ലി എക്സാം തൊട്ട് ഇച്ചിരി ടഫായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ അപ്പം ഇതാണ് നോർമലിയുള്ള നമ്മൾ RS5 ആണ്, റിവൈസ്ഡ് സിലബസ് 5. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ കാണുന്നത് എനിക്ക് എല്ലാവർക്കും